എന്തായാലും ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം നടക്കുമെന്നാണ് ജയദീപ് ധൻഖർ സഭയിൽ തന്നെ പറഞ്ഞത്. ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവെച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് അന്വേഷണത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. സംശയത്തിനിടവയ്ക്കുന്നത് മനു അഭിഷേക് സിംഗ്വിയെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന ആക്ഷേപമാണ് ഇക്കാര്യത്തിൽ ജയദീപ് ധൻഖറിന്റെ വാക്കുകൾ ഉണ്ടാക്കുന്നത്. അതേസമയം ഈ ആക്ഷേപമെല്ലാം അദ്ദേഹം നിഷേധിക്കുകയാണ്. തന്റെ കൈവശം വെറും 500 രൂപ മാത്രമാണ് ഉണ്ടായിരുന്നത്, 3 മിനിറ്റ് മാത്രമാണ് താൻ ആ സമയത്ത് സഭയിൽ ഉണ്ടായിരുന്നുവെന്നും മനു അഭിഷേക് സിംഗ്വി വ്യക്തമാക്കി. ആർ കിരൺ ബാബു ചേർന്നു. കിരൺ, എന്താണ് സഭാ നടപടികൾ? വലിയ വിവാദങ്ങൾ, ദേശീയതലത്തിൽ വലിയ ചർച്ചയ്ക്ക് ഇടവയ്ക്കുന്ന നീക്കങ്ങളാണല്ലോ രാജ്യസഭയിൽ കണ്ടതാണ്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? സജിത്ത്, അദാനി വിഷയത്തിൽ പ്രതിപക്ഷം വലിയ ബഹളവും പ്രതിഷേധവും തുടർച്ചയായി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇന്നിപ്പോൾ ഒരു വിവാദം വന്നിരിക്കുന്നത്. രാജ്യസഭയിൽ ഇന്നലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോൾ നോട്ടുകെട്ടുകൾ കണ്ടെത്തി. 100 നോട്ടുകെട്ടുകളാണ്. 50,000 രൂപയുടെ ഒരു കെട്ട്, 500 നോട്ടുകളുടെ ഒരു കെട്ട് മനു അഭിഷേക് സിംഗ്വി, കോൺഗ്രസിന്റെ നേതാവ്, അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിനരികിൽ നിന്ന് കണ്ടെത്തിയെന്നാണ് പറയുന്നത്. ഇത് ഇന്ന് ഉപരാഷ്ട്രപതി സഭയെ അറിയിക്കുകയായിരുന്നു. ഇങ്ങനെ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയെന്നും അതിൽ അന്വേഷണം നടക്കുന്നുവെന്നും കോൺഗ്രസ് ഇതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ്. മനു അഭിഷേക് സിംഗ്വി പറഞ്ഞു താൻ ഞെട്ടിപ്പോയി എന്നും തന്റെ പക്കൽ ഇന്നലെ ഉണ്ടായിരുന്നത് 500 രൂപ മാത്രമായിരുന്നുവെന്നും ഇന്നലെ 11:57 മുതൽ 12 വരെ 3 മിനിറ്റ് മാത്രമാണ് താൻ രാജ്യസഭയിൽ ഉണ്ടായിരുന്നതെന്നും അതിനുശേഷം താൻ രാജ്യസഭയുടെ കഫറ്റേരിയയിൽ നിന്ന് SP-യുടെ ഒരു MP-യുമായി ചായ കുടിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അന്വേഷണം നടക്കട്ടെ എന്നും പറയുന്നു. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും അവർ പ്രധാനമായും സംശയിക്കുന്നത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന അതിശക്തമായ ഒരു വിഷയത്തിൽ തുടർച്ചയായി കോൺഗ്രസും പ്രതിപക്ഷവും പ്രതിഷേധം ഉന്നയിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു പുതിയ വിവാദം കൂടി വരുന്നത്. സഭയിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തി എന്നുള്ള വിവാദം, അതും കോൺഗ്രസിന്റെ MP സഭയിൽ നിന്ന് നോട്ടുകെട്ടുകൾ കണ്ടെത്തിയെന്നല്ല, ഇന്ന ആളുടെ സീറ്റിന് അരികിൽ നിന്ന് എന്ന് തന്നെ പറയുന്നു. അത് സ്വാഭാവികമായും അങ്ങനെ ഒരു വിവരം പറയണം എന്നുണ്ടെങ്കിൽ, അത് ഈ നോട്ടുകെട്ടുകൾ അങ്ങനെ കണ്ടെത്തിയെന്നുള്ള വിവരം പറയണമെന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമായിട്ടാണ് കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും ഇതിനെ പ്രധാനമായും കാണുന്നത്. പക്ഷേ കോൺഗ്രസ് ഈ അന്വേഷണത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണ്. ആരുടേതാണ് നോട്ടുകെട്ട് എന്നുള്ളത് അന്വേഷിക്കണം എന്നതിനെ സ്വാഗതം ചെയ്യുകയാണ്. രാജ്യസഭയെ സംബന്ധിച്ച് അനായാസം തന്നെ ഇത് ആരുടെ നോട്ടുകെട്ടാണ്, ആരുടെ കയ്യിൽ നിന്നാണ് വീണു പോയതോ അല്ലെങ്കിൽ ആരാണ് അവിടെ വെച്ചത് എന്നൊക്കെ കണ്ടെത്താൻ അനായാസം തന്നെ കഴിയും. എന്തായാലും കുറച്ച് ദിവസത്തേക്കെങ്കിലും പക്ഷേ ഈ വിവാദം നിലനിൽക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. രാജ്യസഭ TV അടക്കം സംപ്രേഷണമുള്ളതാണ്. പല ടെലിവിഷൻ ക്യാമറകൾ ഒരേ സമയം അവിടെ പ്രവർത്തിക്കുന്നത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരാൾക്ക് അതീവ രഹസ്യമായി ക്യാമറകളെ വെട്ടിച്ചൊക്കെ വെക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെ സാധിച്ചേക്കാം. പക്ഷേ സാധാരണഗതിയിൽ അത് കണ്ടെത്താനൊക്കെയുള്ള മാർഗം രാജ്യസഭയിലുണ്ട്, അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടിൽ തന്നെ, അന്വേഷണം സർക്കാരും നടക്കട്ടെ എന്ന് പറയുന്നു, പ്രതിപക്ഷവും അന്വേഷണം നടക്കട്ടെ എന്ന നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തായാലും പെട്ടെന്ന് ഒരു പുതിയ വിവാദത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു വാർത്തയിലേക്ക് കൂടി കടക്കുകയാണ്. ഇന്ന് പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തിയിരുന്നു പാർലമെന്റിന് മുന്നിൽ. കറുത്ത മാസ്ക് ധരിച്ചുകൊണ്ട്, അദാനിയും മോദിയും ഒന്നാണ് എന്നെഴുതിയ മാസ്ക് ധരിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭയിലെത്തുകയും സഭയ്ക്ക് പുറത്ത് പ്രതിഷേധ മാർച്ച് നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനിടയിലാണ് എന്തായാലും മറ്റൊരു വിഷയം കടന്നു വന്നിരിക്കുന്നത്, രാജ്യസഭയിലെ നോട്ടുകെട്ട് വിവാദം.